എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. അപ്പോൾ നമ്മൾ കുടുംബശ്രീ ശാരദയുടെ എപ്പിസോഡ് ഇന്ന് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നല്ലൊരു എപ്പിസോഡായിരുന്നു. എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ സത്യഭാമയോട് പിള്ളേ ഇങ്ങനെ പറയുന്നതാണ്, ആരെങ്കിലും സഹായത്തിന് വിളിക്കണം, അത് ശാരദ ടീച്ചറെ ആയാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സത്യഭാമ സ്പൂണൊക്കെ താഴെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഇത് വീണ്ടും ആലോചിക്കുകയാണ്. പിന്നീട് സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും കൂടി ചർച്ച ചെയ്യുകയാണ്. നാളെ ലേലം നടക്കുകയാണ്, പക്ഷേ ലേലത്തിന് ഞാൻ നിയമിച്ചിട്ടുള്ള ആൾക്കാർ മാത്രമേ വരികയുള്ളൂ. നമ്മുടെ ചന്ദ്രബോസ് പറയുകയാണ് അവിടെ വേറെ ആളും വരുമില്ല, അത് വന്നാൽ തന്നെ കുറച്ച് ഗുണ്ടകളെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സുസ്മിത പറഞ്ഞു നമ്മൾ പറഞ്ഞിരിക്കുന്ന റേറ്റിന് അപ്പുറം പോകാൻ പാടില്ല. അപ്പം നമ്മുടെ ചന്ദ്രബോസ് പറയുന്ന അതിൽ ഒരിക്കലുമില്ല, അതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോഴാണ് രോഹിത് വരുന്നത്. അപ്പോൾ രോഹിത്തിന് മദ്യം കൊടുക്കുന്നു. അപ്പോൾ രോഹിത്തും പറയുന്നത് എനിക്ക് എന്തായാലും ഇത് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ, വിഷ്ണു അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് പറയുന്നു. അപ്പോൾ സുസ്മിത പറയുന്നു പിന്നെ അവൻ്റെ കയ്യിൽ എന്താ ഉള്ളത് പിടിക്കാൻ വേണ്ടിയിട്ട്? ഒന്നുമില്ല, നീ അവിടുത്തെ രാജാവായിരിക്കും. ഇങ്ങനെ അവനെ പൊക്കി പൊക്കി പറയുകയാണ്. ഇതെല്ലാം കേട്ട് നമ്മുടെ രോഹിത് എന്താ പറയുക, അവർ പറയുന്നതെല്ലാം വിശ്വസിച്ച് കേട്ടിരിക്കുകയാണ്. ലാസ്റ്റ് അവനെ തള്ളി എറിയുന്നുള്ളത് നമുക്കറിയാമല്ലോ, പക്ഷെ അവനതൊന്നും മനസ്സിലാകുന്നില്ല. ഇതേ സമയത്ത് ശാലിനി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വിഷ്ണു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ സ്കൂളിൽ പോയിട്ട് എന്തായി കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ വിഷ്ണു പറയുന്നു കുഴപ്പമില്ല, മക്കളെ പറ്റി മോശമൊന്നും പറഞ്ഞില്ല, ശ്രദ്ധിക്കണം, പഠിക്കണം, ഹോംവർക്കൊക്കെ മര്യാദയ്ക്ക് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞെന്ന് പറയുന്നു. അങ്ങനെ അവരകത്തേക്ക് ചായ കുടിക്കാൻ കയറുന്നു. ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ പപ്പി ചോദിക്കും വിഷ്ണു അച്ഛൻ എത്ര വരെ പഠിച്ചെന്ന് ചോദിക്കും. അപ്പോൾ വിഷ്ണുവിന് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ശാലിനി പറയും വിഷ്ണു അച്ഛൻ ഗുണ്ടാ സെറ്റപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അതിൽ 100ൽ 100 മാർക്കും മേടിച്ചെന്ന് പറയും. അപ്പം വിഷ്ണു എഴുന്നേറ്റ് പറയില്ല, ഞാൻ 10ാം ക്ലാസ് എങ്ങനെയും എഴുതി മേടിക്കുന്നു പറയും. അപ്പോൾ ശാലിനിക്ക് കൈ കൊടുക്കുകയാണ്. അപ്പം ശാലിനി ചോദിക്കും ശരിക്കും പറഞ്ഞതാണോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഞാൻ ശരിക്കും പറഞ്ഞതാണോടോ, പക്ഷേ ഇപ്പോഴെനിക്കതിന് പറ്റില്ല, ഇപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ വീട് മാത്രമേ ഉള്ളൂ, അതിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരിതുണ്ട്, അതിനുവേണ്ടി എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കണം എന്ന് പറയും. അപ്പോൾ എന്നാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ശാലിനി പറയും ഓട്ടോ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയും. അപ്പോൾ പറയും രാത്രി ഉറക്കമൊക്കെ വരികയാണെങ്കിൽ വണ്ടി നിർത്തിയൊക്കെ പോകണം എന്നൊക്കെ പറയും. അപ്പം വിഷ്ണു അങ്ങനെ കൈയും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് നമ്മുടെ പിള്ള ശാരദ ടീച്ചറെ അടുത്ത് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. ഇങ്ങനെ സത്യഭാമയ്ക്കൊന്നും അറിയത്തില്ല എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ സത്യഭാമയോട് പറയുന്നത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. നമ്മുടെ ശാരദ ടീച്ചറോട് ചോദിക്കുന്നു. നേരിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അവരത് സ്വീകരിക്കുന്നുമില്ല. പിന്നെ അതുമല്ല അവർക്ക് പൈസ കൊടുക്കാമെന്ന് വെച്ചാൽ അതിനും അവർ സമ്മതിക്കത്തില്ല. അപ്പം പിള്ള എഴുന്നേറ്റിട്ട് പറയുന്നത് എന്തായാലും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്, അതുപോലെ ചെയ്താലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശാരദ ടീച്ചറോട് പറയുകയാണ്. അപ്പോൾ ശാരദ ടീച്ചർ ഇങ്ങനെ ആലോചിക്കുന്ന സീനാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ഈ രാഘവൻ നായരും പിള്ളയും അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ്. അത് ലേലത്തിൽ പോകാനുള്ള ഒരു സങ്കടം രാഘവൻ നായർക്കുണ്ട്. രാഘവൻ നായർ അപ്പോൾ പിള്ളയോട് പറയുന്നു എന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തെക്കേ ഭാഗത്ത് അടക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ വളരെ വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരും. പഴയ കാര്യങ്ങളൊക്കെ രാഘവൻ നായർ പിള്ളയോട് സംസാരിക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വിഷ്ണുവിൻ്റെ അടുത്ത് മറ്റേ അന്ന് അടികൂടിയ ഗുണ്ടകൾ വന്നിട്ട് നിനക്ക് ഒരു കാര്യമുണ്ട്, ഇങ്ങനെ സ്പിരിറ്റ് കടത്താനുണ്ട്, നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പം വിഷ്ണുവിന് പൈസയാണല്ലോ ആവശ്യം. അപ്പം വിഷ്ണു പറയുന്നു പറ്റും എന്ന് പറയുന്നു. അപ്പം അയാൾ ചോദിക്കുന്നു അപ്പം നിനക്ക് ഇതിനു മുമ്പ് ഈ പരിപാടി ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവനൊന്നും പറയുന്നില്ല. അങ്ങനെ വിഷ്ണു സ്പിരിറ്റ് കടത്തുമായി പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കാരണം അവൻ്റെ മനസ്സിലാകെ പൈസയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിഷ്ണുവിൻ്റെ കൂട്ടുകാരനിങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. വിഷ്ണു അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ സ്പിരിറ്റുമായിട്ട് പോകുന്ന എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.